ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു അൻ യുസ്സലാ അല്ലാഹു കൂട്ടിച്ചേർത്തുന്ന ബന്ധങ്ങളെ വിച്ഛേദിക്കാതെ അവസാനം വരെ അതിനെ നിലനിർത്തിയവരാണ് കുടുംബത്തിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്നവരെന്ന് ഖുർആൻ പറയുമ്പോ ആ സമയത്ത് നമ്മൾ കുടുംബ ജീവിതത്തിന് ധാരാളം ക്ഷമയില്ലാതെ ആ കുടുംബ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ ക്ഷമയെന്ന ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം തിരുവിയോട് മസ്ജിദിൽ നിന്ന് പ്രിയപ്പെട്ട വീട്ടിലോട്ട് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരക്ക് നമുക്കറിയാമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുമ്പോ ആ തിരക്കിന്റെ ഇടയിലൂടെ തന്റെ വീട്ടിലോട്ട് കടന്നു പോകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആലയുടെ മുമ്പിൽ നിൽക്കുകയാ. തന്റെ വീട്ടിലേക്ക് ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങേക്ക് ഈ ദുനിയാവിലെ സ്നേഹമേത് പെണ്ണിനോടാണ് നബി? ആരോടാണ് ചോദ്യം? അല്ലാഹുവിന്റെ റസൂലിനോടാ. തന്റെ ബാഹ്യ ജീവിതത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് വീട്ടിലേക്കൊരു സമാധാനത്തിൽ കടന്നു വരുമ്പോ നമ്മളൊക്കെ പറയാൻ പറ്റൂല, ക്ഷമിക്കാൻ കഴിയില്ല ഉസ്താദേ, അവളുടെ വർത്തമാനം അങ്ങനത്തെ വർത്തമാനമോ. എല്ലാ തിരക്കിന്റെ ഇടയിൽ വീട്ടിലോട്ട് കടന്നു വരുമ്പോ ഭാര്യ ചോദിച്ചു അത്ര ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെയോ എന്നാണ് ആയിഷ, ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണേതാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മുടെ ഭാര്യയെ നമ്മളെ ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ പള്ളിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിൽ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരെ ഒരു സമാധാനത്തിലൊന്ന് കുളിച്ചിട്ട് കിടക്കാൻ ആ തിരക്കിൽ ഇങ്ങനെ വരുമ്പോ ഭാര്യ തടഞ്ഞു നിർത്തിട്ട് ചോദിക്കുക, പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്ത്? നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ഏത് പെണ്ണിനോടാ? നമ്മൾ എന്ത് പറയും? നിങ്ങൾ ആരും ചിരിക്കണ്ട, ഞാൻ ഖുർആനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ എന്ത് പറയാ അവരോട്? എന്താ ചെയ്യാ? എന്ത് പറയാ സലീം ഭായി? ഈ ചിരി നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് മാറും. പണ്ടാരടങ്ങാൻ ഇപ്പൊ ചോദിക്കാൻ ലവിന്റെ മീറ്ററുമായിട്ട് വരാൻ പറ്റിയ സമയം. മനുഷ്യരൊന്ന് പോയി കുളിച്ചിട്ടൊന്ന് ഡ്രസ്സ് മാറി, എന്നൊക്കെ പ്രാന്താണ്. ചിലപ്പോ ഭാര്യ നിഷ്കളങ്കമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? അപ്പൊ ഒന്നും പറയാൻ പറ്റിയില്ലായിരുന്നു നമ്മൾ എന്ത് കഴിക്കുന്നറിയോ? മെല്ലെ മുഖത്ത് പട്ട. സ്വാഭാവികമായിട്ട് നമ്മുടെ മറുപടി അങ്ങനെയാവാം. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല ഇത് ചോദിക്കാൻ കാരണം, യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്ന് പള്ളിയിൽ വന്നിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത്. കുറെ ദിവസം തന്നെ മുത്തുനബി തന്നിൽ നിന്ന് അകന്നു നിന്നപ്പോ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഒരു സങ്കടം. എന്തേ ഇതിന്റെയൊക്കെ തിരക്കിൽ എന്നെ മറന്നു പോകുന്നു? എന്റെ റസൂൽ എന്നോട് മറന്നുപോയോ? അതുകൊണ്ടാണ് വന്ന ഉടനെ കൊച്ചു പെണ്ണല്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിച്ചു, നബിയെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ഏത് പെണ്ണിനോടാ? വേറെ ഭാര്യമാരുണ്ടല്ലോ. നിഷ്കളങ്കമായ ചോദ്യം. ഇവിടെയാണ് ഒരു ഭർത്താവിനെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഒളിച്ചോട്ടത്തിന്റെ കഥയൊക്കെ പറയുമ്പോ നമ്മുടെ ഭാഗം ചിലപ്പോ നമുക്ക് കുറച്ച് ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഒരു ഭർത്താവിനെ പഠിപ്പിച്ചു തരാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെയും ഗുണമേന്മയുടെയും സഹിഷ്ണുതയുടെയും പാഠം പഠിപ്പിച്ചു തന്ന ഗുണമേന്മയും കുടമയും മുഖചന്ദ്രവും സകലത്തിലും തനിച്ചോരില അതല്ലതീ ഖുലിഅത അലൈഹി മലാബിസു വനഫായിസു ഫനലീറുഹു വലാ യൂജദു. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള മുഖകമലത്തെ തന്റെ പുഞ്ചിരിയുടെ അകമ്പടി കൊണ്ട് ആ സൗന്ദര്യത്തെ സദഗുണീകരിച്ച അല്ലാഹുവിന്റെ റസൂൽ ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അത്രേ ആയിഷ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമേറിയ പെണ്ണിനോടൊന്നൊരു അത് നിന്നോടാണ് ആയിഷ.
എന്റെ ഹൃദയത്തിലെ സ്നേഹം നിന്നോടാണ് മോള്. ഏത് സമയത്തും എന്റെ ഹൃദയത്തിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണു തുറന്നാ നീയാണ്, നെഞ്ചിനുള്ളിൽ നീയാണ്. ഏഴാം പകരന്റെ അങ്ങേറ്റത്ത് പോയി ഒളിച്ചു കിടന്നാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയെ എന്ന് മുഖത്ത് നോക്കി പാടേണ്ടത് ആരാന്റെ പെണ്ണിന്റെ മുഖത്തല്ല, ഇന്നലെ ഓഫീസിൽ വന്ന ജോലിക്കാരിയുടെ മുഖത്തല്ല, മടിക്കുത്തിന്റെ കനം കണ്ടിട്ട് നിന്നെ ചിരിച്ചു കാണിച്ച പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടല്ല. നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്ന വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി ഭക്ഷണവും വിളമ്പി കാത്തിരിക്കുന്ന നിന്റെ മക്കളെ പ്രസവിപ്പിച്ചു തന്ന, നിന്റെ വസ്ത്രം അലക്കി തേച്ചു തന്ന, നീ വരുന്നതും കാത്തു ഉമ്മറപ്പടിയിൽ കണ്ണെത്താ ദൂരത്ത് കണ്ണുന്നട്ട പോലെ കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പെണ്ണില്ലയോ? അടുക്കളയിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്ന, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന, നമ്മുടെ വീടിന്റെ കരിപ്പുകയുടെ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന നിന്നെ കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയില്ലേ? ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പാടേണ്ടത്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണു തുറന്ന നീയാണെന്ന് അനുരാഗത്തിന്റെ ആന്തോളനങ്ങളുടെ അതുല്യത്വം സ്പർശത്തെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നവന് അവനാണ് ഏദൻ തോട്ടത്തിലെ ഭർത്താവെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവത്രേ, ആയിഷ അത് നിന്നോടാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ചോദ്യം അവസാനിച്ചില്ല മുഅ്മിനീങ്ങളെ, ചോദ്യം അവസാനിച്ചില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹാ രണ്ടാമത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെയുള്ള പുരുഷന്മാര് അങ്ങേ കേട്ട സ്നേഹമാരോടാണ് നബിയേ? സ്ത്രീകളിൽ എന്നോടാണ്, പുരുഷന്മാരിൽ ആരോടാണ് നബിയേ? എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചോദ്യത്തിന്റെ മർമ്മമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രേ, ആയിഷ അബൂക്കി അത് നിന്റെ വാപ്പയോടാണ് മോള്, അബൂക്കി നിന്റെ വാപ്പയോടാണ് മോള്. ഇമാം ബൈഹഖി അടക്കമുള്ള, ഇമാം നസായി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇത് അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. അബൂബക്കറിന്റെ വാപ്പയോടാണ് മോള്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്റെ അബൂബക്കർ, അതെന്റെ പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു.